റസ്കിൻ ബോണ്ട് എന്ന ഇന്ത്യൻ ആധാർ എഴുതിയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഡു യു നോ അബൌട്ട് ദ ആദർ റസ്കിൻ ബോണ്ട്? റസ്കിൻ ബോണ്ട് എന്ന ഇന്ത്യൻ ആദർ ജനിച്ചത് 1934 ഹിമാചൽ പ്രദേശിലാണ് ജനിച്ചത്. അദ്ദേഹം 17-ാം വയസ്സിലാണ് ആദ്യമായി നോവൽ എഴുതുന്നത്. ഫസ്റ്റ് നോവൽ റൂം ഓൺ ദ റൂഫ് എന്ന നോവലാണ് ആദ്യത്തേത്. റസ്കിൻ ബോണ്ട് എന്ന ഇന്ത്യൻ ആദറിന്റെ ജനനം 1934 ഹിമാചൽ പ്രദേശിലാണ്. ഇയാളുടെ പഠനം ഷിംലയിലാണ്. 17-ാമത്തെ വയസ്സിൽ ഇയാൾ നോവൽ എഴുതി തുടങ്ങുന്നു. ഹിസ് ഫസ്റ്റ് നോവൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് റൂം ഓൺ ദ റൂഫ്. പിന്നെ ഡൽഹി ഈസ് നോട്ട് ഫാർ എന്നത് മറ്റൊരു നോവലാണ്. ഫ്ലൈറ്റ് ഓഫ് പീജിൻസ് വേറൊരു നോവൽ. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ധാരാളം സ്റ്റോറീസ്. അതുപോലെ ധാരാളം അവാർഡുകളും ഇയാൾ നേടിയിട്ടുണ്ട്. ഹി റിസീവ്ഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ഇങ്ങനെ പല അവാർഡുകളും വാങ്ങിയ ഒരു പ്രതിഭയാണ് റസ്കിൻ ബോണ്ട് എന്ന ഇന്ത്യൻ ആദർ. ഫസ്റ്റ് ലെസണിലൂടെ അദ്ദേഹം പറയുന്നത് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം എന്നതാണ്. നേച്ചർ ഈസ് അവർ മദർ. പ്രകൃതി നമ്മുടെ മാതാവാണ്. ആസ് എ ചൈൽഡ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് അവർ നേച്ചർ. നമ്മുടെ നേച്ചർ, പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഒരു കുട്ടി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. ഇതാണ് ഇദ്ദേഹം ഈ പാഠത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു സ്റ്റോറിയിലൂടെ അദ്ദേഹം പറയുന്നത് ഈ പ്രകൃതിയെക്കുറിച്ചാണ്. നമ്മുടെ പ്രകൃതിയോട് എന്തെങ്കിലും ക്രൂരത കാണിക്കുമ്പോഴാണ് പ്രകൃതി തിരിച്ച് നമ്മളോട് ക്രൂരത കാണിക്കുന്നത്. അത് നമ്മൾ ആര് പ്രകൃതിയെ നിന്ദിച്ചിരുന്നാലും പ്രകൃതി പ്രളയ രൂപത്തിലോ മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രകൃതി നമുക്കും ഉണ്ടാക്കും. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക. നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുകയാണെങ്കിൽ പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കും. ഇതാണ് ഈ പാഠത്തിലൂടെ ആദർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്റ്റോറിയിൽ 2 സംഭവങ്ങളാണ് ആദർ അവതരിപ്പിക്കുന്നത്. ഒരു ബാനിയൻ ട്രീയുടെ ചുറ്റുപാടും നടക്കുന്ന 2 മേജർ ഇൻസിഡൻസ്. He wants to present before you 2 major incidents. His friendship with the squirrel, ഒരു അണ്ണാൻ കുഞ്ഞുമായി ഇയാൾക്കുള്ള സൗഹൃദം ഒന്ന്. മറ്റൊന്ന് ഒരു ഫൈറ്റ് സീൻ, കീരിയും പാമ്പും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ. ഈ 2 മേജർ ഇൻസിഡൻസ് ആണ് ഇതിലൂടെ ആദർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. Now look at your textbook. I shall read the text. Nature is for all living beings. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let us read how a boy experienced and blended with the essence of nature. ഇതൊരു ജനറൽ ഇൻട്രൊഡക്ഷനാണ്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നാണ് പറയുന്നത്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യർ മാത്രമല്ല, പക്ഷികൾ, മൃഗങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ എല്ലാവർക്കും തുല്യ അവകാശമുള്ളതാണ് നമ്മുടെ പ്രകൃതി. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് മാത്രം.
നാച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി. നമ്മൾ എന്ത് ചെയ്യുന്നു? സൗഹാർദ്ദത്തോടു കൂടി കഴിയുന്നു ഈ പ്രകൃതിയിൽ. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയുമായി നമ്മൾ സൗഹാർദ്ദത്തിൽ കഴിയണം. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മസ്മറൈസിങ്. മസ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മയക്കുക. മസ്മറൈസിങ്. mesmerizing. മെസ്മറൈസിംഗ് എന്ന് പറഞ്ഞാൽ മയക്കുക, മയങ്ങുക, ഉറക്കുക. അപ്പൊ പ്രകൃതിയുമായി നമ്മൾ ലയിക്കുമ്പോഴാണ് പ്രകൃതിയിൽ നമ്മൾ മയങ്ങുന്നത്. പ്രകൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിംഗ്. എപ്പോഴും മെസ്മറൈസിംഗ് ആണ് നമ്മൾ പ്രകൃതിയിൽ ഒരാളായി മാറുന്നത്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലിഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങളുടെ ഫ്രീ ടൈം, ലിഷർ ടൈം പ്രകൃതിയുമായി ലയിക്കുന്നതിന്, പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നതിന്, പ്രകൃതിയുമായി കഴിയുന്നതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ്? ഹാവ് യു എവർ ഗോട്ട്? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഏതിനുള്ള അവസരം? ടു സ്പെൻഡ് യുവർ ലിഷർ ടൈം വിത്ത് നേച്ചർ. പ്രകൃതിയുമായി നിങ്ങളുടെ ലിഷർ ടൈം ചെലവഴിക്കുന്നതിന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിച്ചിട്ടുണ്ടോ? ലെറ്റ് us read how a boy experienced and blended with the essence of nature. Let us read. നമുക്ക് ഈ പാഠത്തിലൂടെ അതാണ് വായിക്കാൻ കഴിയുക. Let us read how a boy experienced. ഒരു ബോയുടെ എക്സ്പീരിയൻസ്. റസ്കിൻ ബോണ്ട് എന്ന ഈ റൈറ്ററുടെ ബാല്യകാല എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് us read how a boy, റസ്കിൻ ബോണ്ട്, experienced and blended with the essence of nature. പ്രകൃതിയുടെ എസെൻസുമായി ബ്ലെൻഡ് ചെയ്ത്, പ്രകൃതിയുടെ എസെൻസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ബോയെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അഡ്വഞ്ചേഴ്സ് in a banyan tree. Though the house and the grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dara, nestling in a valley at the foot of the Himalayas. See the meaning. Though the house and the grounds of our home in India were, though the house and the grounds of our home in India were grandfather's domain,
ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആധിപത്യം. ദോയുടെ അർത്ഥം എങ്കിലും. ദോ, ദ ഹൗസ്, ദോ എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ്. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നമ്മുടെ വീടും പറമ്പും ഗ്രാൻഡ് ഫാദറിന്റെ അധീനതയിലാണെങ്കിലും ഈ പറമ്പിൽ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു ആൽമരമുണ്ട്. ദ മാഗ്നിഫിഷന്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. അത് എന്റേതാണ് എന്നാണ് റസ്കിൻ ബോണ്ട് അവകാശപ്പെടുന്നത്. അതെന്തുകൊണ്ട്? അതിന് കാരണം ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 could no longer climb it. അത് ഗ്രാൻഡ് ഫാദറിന്റെ ആധിപത്യത്തിലല്ല. എന്നാൽ ഇന്ത്യയിലെ നമ്മുടെ വീടും പറമ്പുകളും ഗ്രാൻഡ് ഫാദറിന്റെ ആധിപത്യത്തിലാണ് എങ്കിലും, ദോ എങ്കിലും, ദ മാഗ്നിഫിഷന്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. ഈ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു ആൽമരമുണ്ട്, ഓൾഡ് ബാനിയൻ ട്രീ. അത് എന്റേത് മാത്രമാണ്. കാരണം ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 could no longer climb it. 65-കാരനായ ഗ്രാൻഡ് ഫാദറിന് ആ മരത്തിൽ കയറാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് എന്റെ ആധിപത്യത്തിലാണെന്ന് പറയുന്നത്. വീടും പറമ്പും ഗ്രാൻഡ് ഫാദറിന്റെ ആധിപത്യത്തിലാണെങ്കിലും ഈ ഓൾഡ് ബാനിയൻ ട്രീ ഈ കൊച്ചുമകന്റെ ആധിപത്യത്തിലാണ്. ആരുടെ? റസ്കിൻ ബോണ്ടിന്റെ ആധിപത്യത്തിലാണ്. അറ്റ് ദ ഏജ്, കാരണം അതാണ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, 65-കാരനായ ഗ്രാൻഡ് ഫാദറിന് മരത്തിലൊന്നും ഇനി വലിയ കയറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബാനിയൻ ട്രീ എന്റെ സ്വന്തമാണ്. വീടും പറമ്പുകളും ഗ്രാൻഡ് ഫാദറിന്റെ അധീനതയിലാണെങ്കിലും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒന്നുകൂടെ വായിക്കാം. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ്, ഹൗസും ഗ്രൗണ്ട്സും പറമ്പുകളും, ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ നമ്മുടെ വീടും പറമ്പുകളും, വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ഗ്രാൻഡ് ഫാദറിന്റെ ഡൊമൈൻ ആധിപത്യത്തിലാണെങ്കിലും, ദ മാഗ്നിഫിഷന്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. ഈ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു ആൽമരമുണ്ട് ആ സ്ഥലത്ത്, നമ്മുടെ പുരയിടത്ത്. ഈ ആൽമരം പ്രധാനമായും എന്റേതാണ്. മെയിൻലി, ചീഫ്ലി മൈൻ, ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, 65-കാരനായ ഗ്രാൻഡ് ഫാദറിന് എന്നെ പോലെ അതിൽ കയറാൻ പറ്റില്ല. could no longer climb it. ആ മരത്തിൽ കയറാൻ പറ്റില്ല. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. പലപ്പോഴും ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ട്. ടീസ് ചെയ്യാൻ പറഞ്ഞാൽ കളിയാക്കുക. TAC, ടീസ്. ടീസ്, ഇൻസൾട്ട്, കളിയാക്കുക. മലയാള മീനിങ് കളിയാക്കുക. Grandmother used to tease him about this, about his inefficiency. ഗ്രാൻഡ് ഇൻഎഫിഷ്യൻസിയെ കുറിച്ച് പലപ്പോഴും കളിയാക്കാറുണ്ട്. എന്ത് പറഞ്ഞാണ് കളിയാക്കുന്നത്? ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ചിലപ്പോഴൊക്കെ ഗ്രാൻഡ് ഫാദർ ആ മരത്തിൽ കയറാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ കളിയാക്കൽ വരുന്നത്. അതിങ്ങനെയാണ്. Grandmother used to tease him about this and would speak of a certain Countess of Desmond. ഒരു ഇംഗ്ലീഷ് വുമന്റെ പേര് പറഞ്ഞാണ് കളിയാക്കുന്നത്. കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്. ഈ കൗണ്ടസ് എന്നാൽ കൗണ്ടിന്റെ ഫെമിനൈൻ. കൗണ്ട്, കൗണ്ടസ്. നമ്മൾ പ്രിൻസ്, പ്രിൻസസ്, കിങ്, ക്യൂൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ കൗണ്ട്, കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്. ഡസ്മണ്ടിലെ ഏതോ ഒരു കൗണ്ടസിനെ കുറിച്ച് പറഞ്ഞാണ് കളിയാക്കുന്നത്. ഈ കൗണ്ടസിന് എന്താ പറ്റിയത്? ആൻ ഇംഗ്ലീഷ് വുമൺ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 170, 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു കൗണ്ടസ് ഓഫ് ഡസ്മണ്ടിനെ കുറിച്ച് പറയാറുണ്ട്. ഈ 117 എന്നുള്ളത് കുറച്ചു കാലം കൂടെ അവർ കഴിയുമായിരുന്നു, ജീവിച്ചിരിക്കുമായിരുന്നു. എങ്ങനെയാ, എന്താ സംഭവിച്ചത്?
ഒരു ആപ്പിൾ ട്രീയിൽ വലിഞ്ഞു കയറി വീണ് കൈയും കാലും ഒടിഞ്ഞ് അങ്ങനെ മരണപ്പെട്ടതാണ്. ഇത് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഗ്രാൻഡ് ഫാദർ, അപ്പോൾ ഗ്രാൻഡ് ഫാദറിനുള്ള അഡ്വൈസ് എന്താണ്? ഈ 65-ാമത്തെ വയസ്സിൽ മരത്തിൽ കയറാൻ പോയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അത്ര തന്നെയാണ് ആയുസ് അല്ലെ, അല്ലെങ്കിൽ കുറെ കാലം കൂടെ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാം. അതിന് ഉദാഹരണം പറയുന്നതാണ് ഇത്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്. ഡസ്മണ്ടിലെ കൗണ്ടസിനെ കുറിച്ച് പറഞ്ഞാണ് കളിയാക്കുന്നത്. ആരാണ് ഈ കൗണ്ടസ്? ആൻ ഇംഗ്ലീഷ് വുമൺ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117. 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വുമൺ. ഐ ഡോണ്ട് ഹാവ് ലിവ്ഡ് ലോങ്ങർ. കുറെ കാലം കൂടെ അവർ ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ എങ്ങനെയാണെങ്കിൽ ഇഫ് ഷീ ഹാഡിന്റ് ഫാളൻ, വീഴാതിരുന്നു എങ്കിൽ, ഇഫ് ഷീ ഹാഡിന്റ് ഫാളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ, ഒരു ആപ്പിൾ മരത്തിൽ വലിഞ്ഞ് കയറാതിരുന്നു എങ്കിൽ ഈ 117 എന്ന് പറയുന്നത് കുറച്ചുകൂടെ നീണ്ടു പോകുമായിരുന്നു. ഈ കൗണ്ടസിനെ കുറിച്ച് പറഞ്ഞാണ് ഗ്രാൻഡ് ഫാദറിനെ ഗ്രാൻഡ് മദർ കളിയാക്കാറുള്ളത്. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ which curved to the ground and took root again, forming a maze of arches. The spreading branches of banyan tree. ഈ ആൽമരം എന്ന് പറയുന്നത് വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ആൽമരം. അതിന്റെ ബ്രാഞ്ചുകളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ബ്രാഞ്ച് ഗ്രൗണ്ടിൽ എത്തിയിട്ട് വീണ്ടും വേരോടി മുകളിലേക്ക് വരും. ഇത് ആർച്ച് പോലെ, നമ്മുടെ കമാനം കെട്ടുന്നത് പോലെ അല്ലെ, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ബാനിയൻ ട്രീ. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ, ബാനിയൻ ട്രീയുടെ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് കർവ് ചെയ്ത് പോകുന്നു, ആർച്ച് പോലെ കർവ് ചെയ്ത് പോകുന്നു. വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് എഗെയിൻ, അങ്ങനെ വീണ്ടും വേരോടുന്നു. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ് അല്ലെ, അങ്ങനെ കമാനം പോലെ അല്ലെ. അപ്പൊ ഇതിന്റെ ബ്രാഞ്ചസ് കമാനം എങ്ങനെയാണോ അതുപോലെയാണ്. ഗവ് മീ എൻലെസ് പ്ലഷർ, ഈ സീൻ എനിക്ക് എൻലെസ്, ലിമിറ്റ്ലെസ്, എൻലെസ് പ്ലഷർ തരുന്നതാണ്. പ്ലഷർ മീൻസ് ഉന്മേഷം, ഹാപ്പിനെസ്, അതിയായ സന്തോഷത്തിന് കാരണമാകുന്നതാണ് ഈ ബാനിയൻ ട്രീ. എൻ്റെ ചെറുപ്പകാലം കംപ്ലീറ്റ് ഈ ബാനിയൻ ട്രീയുടെ ചുവട്ടിലാണ് ഞാൻ ചെലവഴിച്ചിരുന്നത്. The tree was older than the house, older than grandfather, as old as the town of Dagra, nestling in a valley at the foot of Himalayas. The tree was older than the house. നമ്മുടെ വീട്ടിനേക്കാൾ പ്രായമുണ്ട് ഈ ബാനിയൻ ട്രീക്ക്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദറിനേക്കാൾ പ്രായമുണ്ട്. ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സാണെങ്കിൽ അതിനേക്കാൾ പ്രായം ഈ ബാനിയൻ ട്രീക്കുണ്ട്. as old as the town of Dagra, ചുരുക്കി പറഞ്ഞാൽ ഡഗറ എന്ന ടൗണിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അത്രയും പ്രായമുണ്ടോ അത്രയും പ്രായം ഏതിനുണ്ട്? ഈ ബാനിയൻ ട്രീക്കുണ്ട്. നെസ്ലിംഗ് ഇൻ എ വാലി, ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുക? സുരക്ഷിതമായി സ്ഥിതി ചെയ്യുക. അതാണ് നെസ്ലിംഗ്, NESTLING, നെസ്ലിംഗ്. നെസ്ലിംഗ് സ്ഥിതി ചെയ്യുക, പൊസിഷൻ ഉറപ്പിക്കുക അല്ലെങ്കിൽ റെസ്റ്റിംഗ്. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്, ഹിമാലയം പർവ്വതത്തിന്റെ താഴ്വാരത്ത് സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്ന ഒരു ബാനിയൻ ട്രീ. I shall read once again this paragraph. Though the house and the grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather
at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 170 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dagra, nestling in a valley at the foot of Himalayas. Once again, I am going to explain this paragraph. Though the house and grounds of our home in India, ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുകളും ആരുടെ ഡൊമൈനിലാണ്, കൺട്രോളിലാണ്? വേർ ഗ്രാൻഡ് ഫാദേഴ്സ് കൺട്രോൾ, ഗ്രാൻഡ് ഫാദറിന്റെ കൺട്രോളിലാണ്. ഇവിടെ 3 സിമ്പിൾ സെന്റൻസിനെ 2 കണക്റ്റീവ് ഉപയോഗിച്ച് യോജിപ്പിച്ചിരിക്കുകയാണ്. 2 കണക്റ്റീവ്, ഒന്ന് ദോ, മറ്റൊന്ന് ബിക്കാസ്. അപ്പൊ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 3 സിമ്പിൾ സെന്റൻസ് കിട്ടും. ദോയും മാറ്റുക, ബിക്കാസും മാറ്റുക. മാറ്റിട്ട് പറഞ്ഞു നോക്ക്. ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. അതാണ് ഒരു സിമ്പിൾ സെന്റൻസ്. അടുത്തത് നോക്ക്. ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. അവിടെ നോക്കുക, ഒരു സിമ്പിൾ സെന്റൻസ്. അടുത്ത 3ാമത്തെ സിമ്പിൾ സെന്റൻസ് ബിക്കാസിനെ അങ്ങ് മാറ്റിയാൽ ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഇപ്പൊ നമ്മൾ 2 കണക്റ്റീവ് ഉപയോഗിച്ചപ്പോൾ ഈ 3 സിമ്പിൾ സെന്റൻസിനെ നമുക്ക് അല്ലെ മാറ്റാൻ കഴിയും. 3 സിമ്പിൾ സെന്റൻസിനെ യോജിപ്പിക്കാൻ കഴിയും ഈ 2 കണക്റ്റീവ് ഉപയോഗിച്ച്. ദോ, ബിക്കാസ്. ദോയുടെ അർത്ഥം എങ്കിലും. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ നമ്മുടെ വീടും പറമ്പുകളും വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ഗ്രാൻഡ് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ആധിപത്യത്തിലാണെങ്കിലും ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. പ്രൗഢിയോട് കൂടി നിൽക്കുന്ന ഈ പറമ്പിൽ നിൽക്കുന്ന ഒരു ബാനിയൻ ട്രീ ഉണ്ട്. ആ ബാനിയൻ ട്രീ പൂർണ്ണമായും എന്റേതാണ്, എൻ്റെ ഡൊമൈനിലാണ്, എൻ്റെ കൺട്രോളിലാണ്. ചീഫ്ലി മൈൻ. വൈ? ബിക്കോസ് grandfather at the age of 65, grandfather at the age of 65, 65 വയസ്സ് പ്രായമുള്ള ഗ്രാൻഡ്ഫാദറിന് could no longer climb it, no longer climb on the banyan tree. ഈ ബാനിയൻ ട്രീയിൽ കയറാൻ കഴിയില്ല. അതുകൊണ്ട് ബാനിയൻ ട്രീ മാത്രം എന്റേതാണ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. അദ്ദേഹം ഈ ആൽമര ചുവട്ടിൽ വരുമ്പോൾ ഗ്രാൻഡ് മദർ പലപ്പോഴും കളിയാക്കാറുണ്ട്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. കളിയാക്ക പതിവ്. യൂസ്ഡ് ടു, ഇൻ ദ ഹാബിറ്റ് ഓഫ്. ഗ്രാൻഡ് മദർ ഇൻ ദ ഹാബിറ്റ് ഓഫ് ടീസിങ് ഹിം അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് കളിയാക്കാറുണ്ട്. എന്ത് പറഞ്ഞാണ്? ഐ ഡോണ്ട് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്. ഒരു ഇംഗ്ലീഷ് വുമന്റെ പേരിലാണ് കളിയാക്കാൻ. I don't speak of a certain countess of Desmond. ഡസ്മണ്ടിലെ ഏതോ ഒരു കൗണ്ടസ്, ഒരു ഇംഗ്ലീഷ് വുമൺ, 117 വയസ്സിൽ മരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വുമൺ. അവർ മരിക്കില്ലായിരുന്നു എങ്ങനെയാണെങ്കിൽ ആപ്പിൾ മരത്തിൽ കയറാതിരുന്നു എങ്കിൽ. അപ്പൊ ഗ്രാൻഡ് ഫാദർ ഈ മരച്ചുവട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഗ്രാൻഡ് മദർ കളിയാക്കാറുള്ളത്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് and would speak of a certain countess of Desmond, an English woman who lived to the age of 117. 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു കൗണ്ടസിനെ കുറിച്ച് പറഞ്ഞാണ് കളിയാക്കുന്നത്. I would have lived longer. ഈ കൗണ്ടസ് കുറെ കാലം കൂടെ ജീവിക്കുമായിരുന്നു. ഒരു കണ്ടീഷൻ എങ്ങനെയാണെങ്കിൽ ഇഫിന്റെ അർത്ഥം എങ്കിൽ. ഇഫ് ഷീ ഹാഡിന്റ് ഫാളൻ, വീഴാതിരുന്നു എങ്കിൽ. വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ, ആപ്പിൾ മരത്തിൽ കയറി വീഴാതിരുന്നു എങ്കിൽ അവർ കുറെ കാലം കൂടെ ജീവിച്ചിരിക്കുമായിരുന്നു. അപ്പോ ഗ്രാൻഡ് ഫാദറിന്റെ അഡ്വൈസ് എന്താണ്?
മര്യാദയ്ക്ക് നിന്നാൽ കുറെ കാലം കൂടെ ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഈ 65 വയസ്സെന്ന് പറയുന്നത് അത് ലാസ്റ്റ് ഡേ ആയി മാറും എന്നാണ് ഗ്രാൻഡ് മദർ കളിയാക്കാറുള്ളത്. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. ഇനി ബാനിയൻ ട്രീയെ കുറിച്ച് പറയുകയാണ്. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ്, വളർന്ന് പന്തലിച്ച് പടർന്നു കിടക്കുന്ന ഇതിന്റെ ബ്രാഞ്ചസ് ഏതുപോലെയാണ്? ഈ ആർച്ച് പോലെയാണ്. കമാനം നിർമ്മിക്കുന്നത് എങ്ങനെ? കമാനം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കമാനം പോലെ വളർന്ന് പന്തലിച്ച് കിടക്കുക. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ബാനിയൻ ട്രീ. അപ്പൊ ആർക്കും കയറി പറ്റാവുന്ന രീതിയിൽ അതിന്റെ ബ്രാഞ്ചസ് എല്ലാം വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ banyan tree which curved വളയുക, which curved to the ground and took root again. അതിന്റെ ശാഖകളെല്ലാം മുകളിൽ നിന്ന് വളഞ്ഞ് താഴേക്ക് വന്ന് വീണ്ടും വേരോടുന്നു, വീണ്ടും ഇത് ഉയർന്നു വരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? കമാനം പോലെ അത് പടർന്നു കിടക്കുകയാണ്. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ which curved to the ground and took root again, forming a maze of arches. കമാനം പോലെ ഫോം ചെയ്ത് കിടക്കുന്ന ഇതിന്റെ ബ്രാഞ്ചസ് gave me endless pleasure. It gives me endless pleasure. ഇതെനിക്ക് endless pleasure തരുന്നതാണ്. The tree was older than the house. നമ്മുടെ വീട്ടിനേക്കാൾ പ്രായമുണ്ട് അതിന്, ഈ വൃക്ഷത്തിന്. The tree was older than the house. വീട്ടിനേക്കാൾ പ്രായം. Older than grandfather. ഗ്രാൻഡ്ഫാദറിനേക്കാൾ പ്രായമുണ്ട്. as old as the town of ഡഗ്ര ടൗണിന്റെ അത്രയും പ്രായമുള്ളതാണ് ഈ ഓൾഡ് ബാനിയൻ ട്രീ. പ്രൗഢിയോടുകൂടി നിൽക്കുന്ന, തലനിവർത്തി നിൽക്കുന്ന ഈ ബാനിയൻ ട്രീ. വിച്ച് നെസ്ലിംഗ്, ഇതെവിടെ നെസ്ലിയാണ്? നെസ്ലിംഗ് അല്ല, ഒരു സുരക്ഷിതമായി സ്ഥിതി ചെയ്യുക. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയൻ പർവ്വതങ്ങളുടെ താഴ്വാരത്ത് വളരെ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് നിലയുറപ്പിക്കുകയാണ് അത് ഈ ബാനിയൻ ട്രീ. Now I am going to read the second paragraph. My first friend and familiar was a small grey squirrel, arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuits, he grew bolder and finally became familiar enough to take food from my hands. My first friend. അപ്പൊ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ഒരു അണ്ണാൻ കുഞ്ഞാണ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വറൽ. ഗ്രേ കളറിലുള്ള ഒരു കുഞ്ഞ് അണ്ണാൻ, ഒരു അണ്ണാൻ കുഞ്ഞാണ് എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്. അപ്പൊ ഈ ബാനിയൻ ട്രീയിൽ ഞാനൊരു കുഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഫ്രണ്ടാണ് ഈ സ്മോൾ ഗ്രേ സ്ക്വറൽ. മൈ ഫസ്റ്റ് ഫ്രണ്ട്. ഇയാളുടെ ഫസ്റ്റ് ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും ഫെമിലിയർ ഫ്രണ്ടും ഈ ഗ്രേ സ്ക്വറലാണ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വറൽ. ഒരു അണ്ണാൻ കുഞ്ഞാണ് എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്, എൻ്റെ ഫെമിലിയർ ഫ്രണ്ട്, ഫസ്റ്റ് ഫ്രണ്ട്. ആർച്ചിങ് ഹിസ് ബാക്ക്. ആദ്യമൊക്കെ ഈ സ്ക്വറൽ എന്ത് ചെയ്യാറുണ്ട്? ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻടു ദ എയർ. He seemed at first to resent my invasion. Arching his back. ആർച്ച് പോലെ വളയ്ക്കുക, മുതുകിനെ ആർച്ച് പോലെ വളച്ചുകൊണ്ട്. സ്നിഫിങ്, സ്മെല്ലിങ് അല്ലെ, മണം പിടിക്കുക. സ്നിഫിംഗ് ഇൻടു ദ എയർ. He seemed at first to resent my invasion. എൻ്റെ ഇൻവേഷൻ, ഇവിടെ കടന്നു കയറ്റം, ഇൻവേഷൻ.
ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. പ്രൈവസി എന്ന് പറഞ്ഞാൽ സ്വകാര്യത. അവന്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ വലിഞ്ഞു കയറ്റം അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നും. എങ്ങനെ? ഇവൻ ഈ സ്നിഫിങ്, സ്മെല്ല് ചെയ്യുന്നതും, ആർച്ചിങ് ഹിസ് ബാക്കിന് മുതുകിനെ ഒന്ന് ആർച്ച് പോലെ വളച്ചു നിൽക്കുന്നത്. അപ്പൊ എന്നെ കാണുമ്പോൾ ആദ്യമൊക്കെ അതാണ് ചെയ്തത്. ആർച്ചിങ് ഹിസ് ബാക്കിനെ ഒന്ന് ആർച്ച് പോലെ വളച്ചുകൊണ്ട് അതിന്റെ സ്നിഫിങ് ഇൻ ടു ദ എയർ. എയറിൽ സ്നിഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപകടമാണോ ഈ നിൽക്കുന്നയാള് എന്ന് സ്മെല്ല് ചെയ്യുക. സ്നിഫിങ് ഇൻ ടു ദ എയർ. ഹി സീംഡ് അറ്റ് ഫസ്റ്റ്. എനിക്ക് ആദ്യം തോന്നിയത് അതാണ്. ഇവനിങ്ങനെ ആർച്ച് പോലെ വളയുന്നതും സ്നിഫ് ചെയ്തതും കണ്ടപ്പോൾ എന്ത് തോന്നും? ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെന്റ്. റിസെന്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടക്കേട് തോന്നുക. റിസെന്റ് മൈ ഇൻവേഷൻ. എന്റെ ഇൻവേഷനിൽ എന്തോ ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെന്ന് അല്ലെ എനിക്ക് തോന്നി. മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. പ്രൈവസി എന്ന് പറഞ്ഞാൽ സ്വകാര്യത. ആ അണ്ണാൻ കുഞ്ഞിന്റെ സ്വകാര്യതയിലേക്ക് ഞാൻ വലിഞ്ഞു കയറുമോ എന്ന ഒരു ഇഷ്ടക്കേടാണ് ആ അണ്ണാൻ കുഞ്ഞ് ഏതിലൂടെ പ്രകടിപ്പിച്ചത്? സ്നിഫിങ്ങിലൂടെയും ആർച്ചിങ് ഹിസ് ബാക്ക്, അതിന്റെ മുതുകിനെ ഒന്ന് വളയ്ക്കുന്നതിലൂടെയും അല്ല സൂചിപ്പിക്കുന്നു. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ്, എന്നാൽ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അണ്ണാൻ കുഞ്ഞ് എന്ന് മനസ്സിലാക്കി? ഇയാൾ അപകടമില്ലാത്ത ആളാണെന്ന് മനസ്സിലാക്കി. വെൻ ഹി ഫൗണ്ട് ദാറ്റ്, വെൻ ദ സ്ക്വറൽ ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റാപ്പൾട്ട്. കാറ്റാപ്പൾട്ട് എന്ന് കേട്ടിട്ടുണ്ട്. കാറ്റാപ്പൾട്ട് കവണ എന്ന് പറഞ്ഞു. തെറ്റാലി എന്നൊക്കെ ഉപയോഗിക്കാം. തെറ്റാലി, കവണ, ഈ കവണ കമ്പൂച്ചടിക്കുക എന്നൊക്കെ പറയുന്നില്ല, അതാണ്. അപ്പൊ ഇവിടെ അർത്ഥം അയാളെ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായോ? നമ്മളിപ്പോ ഒരു ഡോഗിനെ കാണുന്നു, കുനിഞ്ഞ കല്ലെടുക്കുന്നു. അപ്പൊ ആ ഡോഗ് എന്ന് വിചാരിക്കും അവന്റെ കയ്യിൽ കല്ലുണ്ട്, അവൻ എറിയും. അതുപോലെ നമ്മുടെ അന്നത്തെ കുഞ്ഞ് നറേറ്റർ, നമ്മുടെ ആദർ, റസ്കിൻ ബോണ്ട്, അപ്പൊ ചെറുപ്പത്തിൽ അവന്റെ കയ്യിൽ ഇങ്ങനെ കറ്റാപ്പുറത്തൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഉപദ്രവകാരി അല്ല എന്ന് മനസ്സിലാക്കുക. ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ catapult or air gun. എന്റെ കയ്യിൽ എയർ ഗണ്ണോ കറ്റാപ്പൾട്ടോ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ he became friendlier. The small grey squirrel became friendlier. അങ്ങനെ അവൻ ഫ്രണ്ട്ലിയർ അല്ലെ, വളരെ ക്ലോസ് ഫ്രണ്ടായി മാറി. അപ്പൊ ഞാൻ ഉപദ്രവകാരി അല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആരംഭമായത്. And when I started leaving him pieces of cake, പിന്നെ ഞാൻ അയാൾക്ക് ആ സ്ക്വറലിന് കേക്കിന്റെ പീസുകൾ കൊടുത്തു തുടങ്ങി. And when I started leaving എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ്, ഇട്ടുകൊടുക്കുക, സപ്ലൈ ചെയ്യുക. Leaving him pieces of cake and biscuit, കേക്കും ബിസ്ക്കറ്റും ഇട്ടുകൊടുത്തപ്പോഴേക്കും he grew bolder. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കേണ്ട ഒരു ധൈര്യം ആ സ്ക്വറലിനുണ്ടായി. he grew bolder. ബോൾഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം. he grew bolder, അല്ലെ, ധൈര്യവാനായി മാറി. he grew bolder means he became bolder and finally became familiar enough to take food from my hands. പിന്നെ കയ്യിൽ നിന്ന് ഓടി വന്ന് അതെന്ത് ചെയ്യുമായിരുന്നു? ഈ പീസസ് ഓഫ് കേക്കും ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. ആ രീതിയിൽ ഫെമിലിയറുമായി ബോൾഡറുമായി. he grew bolder and finally became familiar enough to take food from my hands. I am going to explain this paragraph once more. My first friend and familiar was a grey squirrel, a small grey squirrel. റസ്കിൻ ബോണ്ടിന്റെ ഫസ്റ്റ് ഫ്രണ്ട് ആരാണ്? a small grey squirrel. Arching his back, the squirrel arching his back and sniffing into the air he seemed at first. ആദ്യമൊക്കെ എന്താണ് തോന്നിയത്? ഇവന് എന്റെ ഈ ഇൻവേഷൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി. അതെങ്ങനെയാണ് ഈ സ്ക്വറൽ അത് അറിയിച്ചത്? ആർച്ചിങ് ഹിസ് ബാക്ക്, ബൈ ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻടു ദ എയർ. സ്മെല്ല് പിടിച്ചും
മുതുകിനെ ഒന്ന് വളച്ചും അതതിൻ്റെ അല്ലെ റിസെന്റ് ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചു. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെന്റ് മൈ ഇൻവേഷൻ. ഇത് ആദ്യം അതിന്റെ ഒരു ഡിസ്കംഫർട്ട് അത് പ്രകടിപ്പിച്ചു. റിസെന്റ് പ്രകടിപ്പിച്ചു, ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഇഷ്ടക്കേട്. മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. പ്രൈവസി ഞാൻ സ്വകാര്യത. ആ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നുപോയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അത് പ്രകടിപ്പിച്ചു. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് I did not arm myself with a catapult or air gun. എൻ്റെ കയ്യിൽ കാറ്റാപ്പൾട്ടും എയർ ഗണ്ണും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ, ഞാൻ എൻ്റെ കയ്യിൽ കത്തിയിട്ടില്ല എന്ന് ആ സ്ക്വറൽ മനസ്സിലാക്കിയപ്പോൾ, he became friendlier. അവൻ ഫ്രണ്ട്ലി ആയി മാറി. And when I started leaving pieces of cake and biscuit, അവന് കേക്കും ബിസ്ക്കറ്റും ഞാൻ കൊടുക്കുമ്പോൾ, he grew bolder. The young squirrel became bolder and finally became familiar enough to take food from my hands. എൻ്റെ കയ്യിൽ നിന്ന് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് അവൻ ബോൾഡറായി മാറി.